നമ്മൾ മൂവ് ചെയ്യുകയാണ്. അതുകൊണ്ട് കൊള്ളാല്ലേ? അമ്മൾ താഴെ പോയാല് നമ്മളെ കൊണ്ടുപോവാ. നമ്മൾ താഴെ കൊണ്ടുപോയാൽ നമ്മൾ ഒഴുകി അങ്ങ് പോകും, ചത്തുപോകും. ബിക്കോസ് വെള്ളം വന്നിട്ട് വെള്ളത്തിൽ കൂടെ നമ്മൾ ഒഴുകി അങ്ങ് പോകും. ഞങ്ങൾ വെറുതെ അവൻ ചോദിക്കുക വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന്. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലോ ഈ വെള്ളത്തിൽ കണ്ട നല്ല ഇപ്പൊ ഇതുണ്ട്, ഒഴുക്കുണ്ട്, വെള്ളം പോവും. വെള്ളം നിന്നെ കൊണ്ടുപോകും, നിന്നെ എടുത്തോണ്ടങ്ങ് പോകും വെള്ളം. നീ ഡൈ ആയി പോകും. പിന്നെ കൂടുതൽ അങ്ങോട്ട് നിൽക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ കാര്യമെല്ലാം തെറ്റി വീണ് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ഞാൻ തെള്ളിയിട്ടായിരിക്കും. തെള്ളിയിട്ടെ തള്ളിയിടാലോ. ആന്തേടി അല്ല, തള്ളിയിട്ടാല് എന്താ പറയുന്നത്, PR വിസയൊക്കെ കയ്യിലുണ്ടല്ലോ. അപ്പൊ നമ്മളെ വേണമെങ്കിൽ തള്ളിയിട്ട് ഉപേക്ഷിക്കുകയോ എന്തോടെങ്കിലും ചെയ്യാലോ. നിന്നെ തെള്ളിയിട്ട് കഴിഞ്ഞാലേ പിന്നെ പോലീസ് സംഭവമൊക്കെ എന്തിനാ ഇവിടെ അന്വേഷിച്ച് വരുമ്പോൾ അവസാനം PR ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ക്യാമറ വല്ലതും ഉണ്ടോ? ഭാര്യ ഇതിൽ മുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചില്ലേ, നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഹാപ്പിയാണോ അതോ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി എന്താ ഇതിന്റെ? എന്റെ മാത്രമല്ലല്ലോ മറുപടി, നമുക്ക് രണ്ടുപേർ കൂടെ പറയണം അതിനുള്ള മറുപടി. എന്റെ അഭിപ്രായത്തില് ഞാൻ ഓസ്ട്രേലിയ വന്നതിന് റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്റെ സൈഡും എന്റെ എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. ഞാനും ഈ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഇവിടെ വന്നിട്ട് ഞാൻ പൂർണ്ണ ഹാപ്പിയാണ്. പിന്നെ ഞാൻ ക്ലൈമറ്റ് വെച്ച് ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി. അതുകൊണ്ട് ഇപ്പം സമയത്ത് 6 മണിയായി. ഇവിടെ ഇപ്പോഴും ഭയങ്കരമായിട്ട് വൈകിട്ട് 6 മണിയായി. അത് നല്ല വെയിലും എല്ലാം ഉണ്ട്. അതൊരു മെയിൻ റീസണാണ്. നല്ല ക്ലൈമറ്റാണ്. ചൂടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. എല്ലാവർക്കും ഈ ക്ലൈമറ്റ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് തണുപ്പിനെക്കാട്ട് എനിക്കിഷ്ടം ഈ ക്ലൈമറ്റാണ്. കുറച്ച് ചൂടും എല്ലാമാണ്. ചൂട് നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും സഹിക്കാം. തണുപ്പ് എനിക്ക് ഒട്ടും പറ്റത്തില്ല. UK മെയിൻ പ്രശ്നം അതായിരുന്നു, തണുപ്പായിരുന്നു. നമുക്ക് ഇതുപോലെ സൺലൈറ്റ് ഒന്നും കണ്ടിട്ട് ദിവസങ്ങളുള്ള സൺലൈറ്റ് കാണാനുള്ള അവസ്ഥ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി പറ. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറയുവാണെങ്കിൽ നമ്മളിപ്പം ഫിഷും ക്ലൈമറ്റും ഒക്കെ ചിലർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം ചിലർക്ക് അറിയേണ്ടത് നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നു, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ, ഇതൊക്കെ ആയിരിക്കും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് നമുക്ക് 2 എക്സ്പീരിയൻസും ഉണ്ട്. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ എക്സ്പീരിയൻസും ഉണ്ട്, നമുക്ക് UK എക്സ്പീരിയൻസും ഉണ്ട്. അപ്പം 2 സ്ഥലത്തുനിന്ന് വരുമ്പോഴും നമുക്ക് അതിൻ്റെതായ ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റും. ഓരോ കൺട്രീസും നമ്മൾ നിന്ന് ഓരോ കൺട്രിക്കും ബെനിഫിറ്റും ഉണ്ട്, എന്താ പറയുന്നത്, ഡിമെറിറ്റ്സും ഉണ്ട്, മെറിറ്റ്സും ഉണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഏതൊരു കൺട്രി പോകുമ്പോഴും അവിടെ അതിൻ്റെതായ മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. ഇപ്പം ആളുകളൊക്കെ കുറേ പേര് ഇപ്പം UK നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇങ്ങോട്ട് വരുന്നത് നല്ലതാണോ അല്ലയോ എന്ന്. അപ്പം കുറേ ആൾക്കാർ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്, കുറേ ആൾക്കാർ വന്നിട്ട് അവർക്ക് ഫാർ ബെറ്ററും ഇഷ്ടപ്പെട്ടവരും ഉണ്ട്. അതുപോലെ തന്നെ അതെ, ഇപ്പം എൻ്റെ ഇഷ്ടമായിരിക്കുന്നില്ല നിന്റെ ഇഷ്ടങ്ങള്. ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞിട്ട് അയ്യോ ഞങ്ങൾക്ക് UK തന്നെ ആയിരുന്നു ബെറ്റർ എന്ന് പറയുന്നവരും ഉണ്ട്. ഓസ്ട്രേലിയയില് അങ്ങനെ പറയുന്നവരും ഉണ്ട്. അതിനൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് അത് നമ്മള് ഏത് കൺട്രിയിൽ നിന്നാണോ വരുന്നത് അതുകൊണ്ട്, പിന്നെ നമ്മൾ എങ്ങോട്ടാണ് ഈ ഓസ്ട്രേലിയയിൽ വരുന്നതെന്നുള്ള. ഇപ്പം ഓസ്ട്രേലിയക്കെന്ന് പറഞ്ഞത് മലയാളികളല്ലേ, മലയാളികൾ എവിടെ ചെന്നാലും ചിലപ്പം നമ്മൾ കുറച്ചും കൂടെ ഹാപ്പി എവിടെയാണെന്ന് അന്വേഷിച്ച് നമ്മൾ കുറച്ചും കൂടെ മാറി പോകുന്നുണ്ട്. ഇപ്പം ഈ ഓസ്ട്രേലിയയിലോട്ട് തന്നെ UK നിന്ന് വന്നവരുണ്ട്, കാനഡയിൽ നിന്ന് വന്നവരുണ്ട്, അയർലൻഡിൽ നിന്ന് വന്നവരുണ്ട്, USA നിന്ന് വന്നവരുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നവരുണ്ട് ഇവിടെ. അപ്പം ഇതൊക്കെ എന്താ മലയാളികള് അവര് കൂടുതൽ എവിടെയാ ബെറ്റർ എന്ന് അന്വേഷിച്ചു പോകുന്നവരാണ്. അപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഇവിടെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കൺട്രി അല്ല. അപ്പം റൂറൽ ഏരിയ സൈഡും ഉണ്ട്, എന്താ പറയുന്നത്, സിറ്റി സൈഡും ഉണ്ട്. അപ്പം 2 സ്ഥലങ്ങളിലുള്ള ജീവിത രീതി എന്തായാലും വ്യത്യാസമായിരിക്കും. അപ്പം അതിൽ തന്നെ ചിലർ ഹാപ്പി ആയിരിക്കത്തില്ല. ചിലപ്പം UK എന്നൊക്കെ കുറെ പേര് സിറ്റിയിൽ നിന്ന് നേരെ റൂറലിലോട്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. കടകൾ അടുത്ത് കാണത്തില്ല. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഈ പറയുന്നുണ്ട് എല്ലാവർക്കും ബസ്സൊന്നും ഈ റൂറൽ ഏരിയക്ക് കഴിഞ്ഞാൽ ആദ്യം ബസ്സുകളൊന്നും ഇല്ല, യൂബറും കുറവാണ്. അപ്പൊ സ്വന്തമായിട്ട് നമുക്ക് വെഹിക്കിളും വേണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതൊരു പോരായ്മയാണ്. ഇപ്പൊ കുറെ കാണാറുണ്ട്, ചിലപ്പം നമ്മളെപ്പോഴും UK ന്ന്
ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മൾ കുറേ പേരെ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പം കുറേ പേരൊക്കെ പറയുന്നത് നമ്മൾ കുറേ യൂട്യൂബിലെ തള്ളുകളൊക്കെ കേട്ടിട്ടും ഒക്കെ ചിലർ പെട്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ അതൊരിക്കലും നമ്മൾ ഇപ്പം മറ്റുള്ളവരെ ആയിരിക്കരുത് നമ്മളിപ്പം നമ്മളുടെ ഒരു ഫ്യൂച്ചർ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫും നമ്മുടെ പിള്ളേരുടെ ഫ്യൂച്ചറും നമ്മളിപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, നമ്മളുടെ പാർട്ട്ണറോ നമ്മളുടെ ഡിപ്പെൻഡൻസോ ആരായാലും അവർ വർക്ക് ചെയ്യുന്നതോ അവരുടെ ടാലൻസോ ഇപ്പോൾ അവർ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. ഇപ്പം റൂറൽ ആണെങ്കിലും സിറ്റി ആണെങ്കിലും കുറേ കോഴ്സസ് പഠിക്കാനും അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് പുതിയൊരു ജോലിയിലോട്ട് പോകാനും അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ഒരു കുറെ ഇങ്ങനെ കമന്റ് വന്നതാണ്, ഡിപ്പെൻഡൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ എളുപ്പമാണെന്നൊരു ചോദ്യമുണ്ട്. ഡിപ്പെൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ സർട്ടിഫിക്കറ്റ് 3 എന്ന് പറഞ്ഞൊരു അതൊരു കോഴ്സ് നിങ്ങൾ ചെയ്യണം. കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിസബിലിറ്റി കോഴ്സുകളുണ്ട്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല. പിന്നെ സിറ്റി സൈഡിലാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ജോബുകൾ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അതിനുള്ള പ്രയാസങ്ങളൊന്നും ഇല്ല ഇവിടെ. പിന്നെ എന്താണിപ്പോൾ ഓസ്ട്രേലിയയിലോട്ട് കുറേ മലയാളികൾ ചൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. ഇപ്പം തണുപ്പ് കൺട്രീസായ UK, അയർലൻഡ് അല്ലെങ്കിൽ കാനഡ, ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത് ഒരു തണുപ്പ് ഒരു 80% ആൾക്കാരും അങ്ങനെയാണ് വരുന്നത്. പിന്നെ 10% ആൾക്കാർക്ക് അവർക്ക് ഓസ്ട്രേലിയ ഒരു ഡ്രീം കൺട്രി ആണ് എന്ന് വെച്ചിട്ടാണ് 10% ആൾക്കാർ വരുന്നത്. പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട്, അവർ UK പോയിട്ട് ഒരു ഈസി പാത്വേ ആയിട്ട് കണ്ടിട്ട് അങ്ങനെ UK ഇഷ്ടപ്പെടാഞ്ഞിട്ട് വരുന്നവരും ഉണ്ട്, ഒരു 10% ആൾക്കാർ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇത് റീസൺ പറയാം. അവർ UK ഇഷ്ടപ്പെട്ട് പോയതാണ്, ഫാമിലിയായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർക്ക് എപ്പോഴും ക്ലൈമറ്റ് പറ്റുന്നില്ല, പിള്ളേർക്ക് എല്ലാം തണുപ്പ് വരുമ്പോൾ പനി, എപ്പോഴും ഫാമിലി മൊത്തം തണുപ്പാണ്, പനിയാണ്, പ്രശ്നങ്ങളാണ്. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയക്ക് വരണം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അവരുടെ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഓസ്ട്രേലിയയുടെ ക്ലൈമറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഓസ്ട്രേലിയയിൽ എല്ലാ സ്റ്റേറ്റിലും ഓരോ ക്ലൈമറ്റ് ആണല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു കോൾഡ് കൺട്രീസിൽ നിന്ന് വന്നിട്ട് ചിലർക്ക് ചിലപ്പം ക്ലൈമറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഇവിടെ ഒരു മാക്സിമം ടെമ്പറേച്ചർ മോർ ദാൻ 40 ഡിഗ്രി വരെ പോകുന്നുണ്ട്. അപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ഇരിക്കുന്നവർ വിചാരിക്കും ഇതൊക്കെ ഒരു ടെമ്പറേച്ചർ ആണോ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ പറയുന്നതേ ഉള്ളൂ, ഓസ്ട്രേലിയയിൽ ടെമ്പറേച്ചർ വരുമ്പോൾ അതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ വരെ പോകാറുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ സ്കിൻ ക്യാൻസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഇവിടെ അൾട്രാ വയലറ്റ് റേസും കൂടെ കൂടിയിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആൾക്കാരെല്ലാം എപ്പോഴും നമ്മൾ ഔട്ട്ഡോറിലാണല്ലോ, ഇവിടെ കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ പിള്ളേർ തന്നെ സ്കൂളിൽ കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അവരുടെ സ്കിന്നിലെല്ലാം ഒരു ഷെയ്ഡിങ് ഉണ്ട്. കമ്പയറിങ് ടു UK ചെയ്തപ്പോൾ UK നമ്മൾ നിന്നപ്പം കമ്പയറിങ് ടു UK ഇതിനെ ഒരു തെറ്റായിട്ട് പറയുമല്ല, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് തെറ്റായിട്ടല്ല പറഞ്ഞത്, ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇവിടെ ക്ലൈമറ്റ് ഇത്രയും ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ സൺലൈറ്റ് ആയതുകൊണ്ട് പിള്ളേരൊക്കെ കുറച്ചുകൂടെ കറക്കുന്നുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത്, വേറെ കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സോഷ്യൽ ലൈഫ് കുറവാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റൂറൽ സൈഡിൽ നിൽക്കുന്നതുകൊണ്ടാണ്. കുറച്ചുകൂടി സിറ്റിയിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ സോഷ്യൽ ലൈഫ് ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, റൂറൽ ലൈഫിൽ ഞങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ടുള്ള പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക. അപ്പം റൂറൽ ലൈഫ് എന്താണെന്ന് ആ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ കുറേ മലയാളികളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അസോസിയേഷൻ്റെ ആയാലും എല്ലാം മലയാളികളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കാൻ ഇവിടെ വലിയ ഗ്രൗണ്ടുകളുണ്ട്. നമുക്ക് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മുടെ സമയം ഒത്തിരി ചിലവാക്കാൻ പറ്റും. UK-യിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടേ ഇല്ലായിരുന്നു, പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇവിടെ അത് നേരെ തിരിച്ചാണ്. ഇവിടെ ഫുൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് എനിക്ക് അതിലൊരു ഭയങ്കര സന്തോഷമാണ് ഞാൻ. പിന്നെ എൻ്റെ വർക്ക് സൈഡ് പറയുവാണെങ്കിൽ എനിക്ക് മുന്നേ ഉള്ള ഹോസ്പിറ്റലുകളെ പോലെ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ UK-യിലെ പോലുള്ള വർക്ക് പ്രഷർ അത്രയും ഇല്ല ഇവിടെ. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് ഇവിടെ 8 hours ഉള്ളൂ. അപ്പോൾ 8 hours ഞാൻ ഹാപ്പിയാണ്. ഇവിടെ ചിലർക്കൊക്കെ ഇപ്പം 3 ദിവസം ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ മെയിനായിട്ട് സിറ്റി സൈഡിലൊക്കെയാണ് എമർജൻസിയിലൊക്കെ 12 hours ഉള്ളൂ. അല്ലെങ്കിൽ ബൈ റിക്വസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ മെയിൻ സിറ്റീസിലേ ഉള്ളൂ റിക്വസ്റ്റിലും 12 hours കിട്ടുന്നത്.
അല്ലെങ്കിൽ ICSലൊക്കെ 8 hours 12 hours ആണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 8 hours ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് കുറച്ചും കൂടെ ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനും എനിക്ക് 8 hours ഞാൻ ഓക്കെയാണ്. പക്ഷേ 12 hours പോയാൽ ബാക്കി 4 days ഓഫ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് അവിടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റിനോ ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനായിരിക്കും ഇപ്പോൾ 12 hours കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ പിന്നെ എനിക്ക് പറയാനുള്ളത് നഴ്സസിൻ്റെ സാലറി എന്തായാലും കമ്പയറിങ് ടു UK ഇവിടെ കൂടുതൽ തന്നെയാണ്. അത്രയും വർക്ക് പ്രഷറും ഇല്ല. നമ്മൾ എന്താ പറയുന്നത്, ഡേ ഡ്യൂട്ടി തന്നെ ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി UK കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്. പിന്നെ ഈ സാലറി എന്ന് പറഞ്ഞപ്പോഴാണ് 2 ആഴ്ച കൂടി ഇരിക്കുമ്പോഴാണ് സാലറി ഉള്ളത്. അത് നമ്മുടെ പോക്കറ്റ് ഒരിക്കലും കാലിയാകത്തില്ല. പിന്നെ ഈ വീടുകളെല്ലാം ഇവിടെ റെൻ്റ് എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിലാണ് ഇവിടുത്തെ വാടക വരുന്നത്. അതെന്തായാലും നമുക്ക് അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. കാൽക്കുലേഷൻ 2 weeksലാണ് ആക്ച്വലി കാൽക്കുലേഷൻ ആണ്. അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹൗസസ്, ഇവിടെ മിക്കവാറും ഹൗസസ് സിംഗിൾ സ്റ്റോറി ഹൗസസ് ആണ്. സോ നമുക്ക് UK നമുക്ക് സ്റ്റെപ്പ് കയറി മേലോട്ട് പോകുന്ന ബുദ്ധിമുട്ട്, ചിലപ്പോൾ തണുപ്പ് കാരണം കാലുവേദന കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അപ്പം അതൊന്നും ഇവിടെ ഇല്ല. മിക്കവാറും ഒക്കെ സിംഗിൾ സ്റ്റോറി ഹൗസസ് ആണ്. പിന്നെ അതുമല്ല, നമുക്കിവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ പോലെ വസ്തു വാങ്ങിച്ചിട്ട് നമുക്ക് വീട് പണിയാൻ പറ്റും. പിന്നെ പലരും പറയുന്നുണ്ട് അത് വസ്തു വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലാഭമാണ്. അതിനെപ്പറ്റി അറിയാം എന്തെങ്കിലും? അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് റീസെൻ്റ്ലി അവർ നമ്മളെക്കാട്ടി നേരത്തെ 1 വർഷം മുമ്പ് വന്നവരാണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി വീട് പഠിക്കാൻ ടൈമായി. അപ്പം അവർ നടത്തിയ റിസർച്ചിൽ നമുക്ക് വസ്തു വാങ്ങിച്ചിട്ട് വീട് വെക്കുന്നതാണ് ലാഭം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫുള്ളി ബിൽറ്റ് ആയിട്ടുള്ളൊരു ഹൗസ് വാങ്ങുമ്പോൾ നമുക്ക് ടാക്സ് കൂടുതലാണ്. അപ്പം നമ്മൾ ആദ്യം സ്ഥലം വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ വീട് വെക്കുവാണെങ്കിൽ നമുക്ക് കുറേ ടാക്സ് കുറഞ്ഞു കിട്ടും. പിന്നെ ഈ വേറൊരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസ് നമ്മൾ കുക്കിംഗ് ഒക്കെ അത്യാവശ്യം നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെക്കുകയാണെങ്കിൽ ഈ മസാല നമ്മൾ ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ സ്മെല്ലെല്ലാം അവിടെ ഈ ബെഡ്റൂമിലും എല്ലാം പോയി ഭയങ്കര ഇതാവും. അപ്പം ഒരു ക്ലോസ്ഡ് കിച്ചൺ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ നമുക്ക് നമ്മളുടെ നാട്ടിലെ പോലെ അത്രയ്ക്കൊന്നും ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റത്തില്ല. കാരണം ഓരോ കൗൺസിലിന്റെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറെ പോളിസീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് വീട് പണിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നമ്മളുടെ ഇഷ്ടത്തിന് ഓസ്ട്രേലിയൻ വീടുകൾ നമുക്ക് പണിയാം. പിന്നെ ഈ പറഞ്ഞതിന്റെ അപ്രൂവൽ എടുത്തിട്ട് വെളിയിൽ ചെറിയൊരു കിച്ചൺ പോലെ വെച്ചിട്ട് അവർ അത്യാവശ്യം നമ്മുടെ മസാല വെച്ചുള്ള ഫുഡുകളും ഫ്രൈയും എല്ലാം ചെയ്യാൻ വേണ്ടി അങ്ങനെ ആൾക്കാർ ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ വീട് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഈ പറയുന്നതിൻ്റെ ലാൻഡ് വാങ്ങിച്ച് വീട് വെക്കുകയെന്ന് പറഞ്ഞത്. പിന്നെ പലരും ചോദിക്കുന്നതാണ് കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ പറ്റി. അതിനെപ്പറ്റി പറ. ഇവിടെ ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് കമ്പയറിങ് ടു UK എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് ആണെങ്കിലും നമ്മൾ എവിടെ പോയാലും ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് തന്നെയാണ് നമുക്ക്. അപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടെ ജോലി ചെയ്യുവാണെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഫാമിലി സേഫ് ആയിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാമിലി ആയിരിക്കും. എനിവേ ഇപ്പം UK ആൾക്കാർ വരുന്ന എന്തായാലും ഒരു സ്കിൽഡ് ജോബിൽ ഇല്ല, UK നിന്ന് ആൾക്കാർ വരുന്ന ഒരു സ്കിൽഡ് ജോബിലായിരിക്കും. അപ്പോൾ അത്യാവശ്യം അവർക്ക് ജോലി ഉണ്ടായിരിക്കും. അവരുടെ പാർട്ട്നേഴ്സിന് ജോലി ചെയ്യാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. അപ്പം രണ്ടുപേരും വർക്ക് ചെയ്താൽ എവിടെയാണെങ്കിലും ഹാപ്പി ആയിരിക്കും. അപ്പോൾ എവിടെയാണെങ്കിലും ആ കോസ്റ്റ് ഓഫ് ലിവിങ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ വേൾഡ് വൈഡ് തന്നെ ഇൻഫ്ലേഷൻ എല്ലാ രാജ്യത്തും തന്നെ ബാധിച്ചേക്കുന്ന ഒരു കാര്യമാണ്. എവിടെയാണെങ്കിലും എന്താ പറയുക, ടാക്സും വീട് വാങ്ങാനുള്ള പൈസയും അതെല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പം സിഡ്നിയെ സംബന്ധിച്ചിടത്തോളം സിഡ്നിയുടെ റേറ്റ് എന്തായാലും വീട് വാങ്ങുന്ന റേറ്റും റെൻറ്റ് കാര്യങ്ങളും എല്ലാം സിഡ്നിയിൽ കൂടുതലാണ്. കമ്പയറിങ് ടു എന്താ പറയുന്നത് കൺട്രി സൈഡിൽ അത് കുറച്ച് കുറവാണ്. അതാണ് ഇപ്പം UK പോയാലും ലണ്ടനിലുള്ള വീടിൻ്റെ വിലയല്ല കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുമ്പം എവിടെ ആയാലും നമ്മൾ താമസിക്കുമ്പോൾ ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും നമ്മൾ പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ജീവിക്കുന്നതിൻ്റെ കൂട്ടല്ല നമ്മൾ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്നത്. അതുപോലെയാണ് എല്ലായിടത്തും ചെന്നാലും അതിൻ്റേതായിട്ടുള്ള ചിലവുകളുണ്ട്. ഇതെല്ലാം നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങോട്ടെല്ലാം മൂവ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് സാലറിയും നമുക്ക് അതിനനുസരിച്ച് അതാണ്. നമ്മളിപ്പോൾ നാട്ടിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നഴ്സസിന് എനിക്ക് നാട്ടിലെ സാലറി അറിയത്തില്ല. ചിലപ്പോൾ ഒരു 25,000 ആയിരിക്കണം നാട്ടിൽ, അറിയത്തില്ല, ഏകദേശം പറഞ്ഞാൽ അറിയത്തില്ല. ഇപ്പം ഒരാൾക്ക് 25,000 ആണെങ്കിൽ ചിലപ്പം ഗവൺമെൻറ് ജോബൊക്കെ ഒരു 50,000 ആയിരിക്കും ആൾക്കാർക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും 75,000 1 lakh ഒക്കെ ആയിരിക്കും നാട്ടിൽ എന്താ പറയുക നമുക്ക് മന്ത്ലി സാലറി വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ചിലവുകളും നാട്ടിലെ ചിലവുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു 40,000 ഒക്കെയാണ് ഇപ്പോൾ നാട്ടിൽ നല്ല
ചിലവാണല്ലോ. അപ്പോൾ ബാക്കി 60,000 ആയിരിക്കുമല്ലോ നമുക്കൊരു സേവിങ്സ് വരുന്നത്. അപ്പോൾ നാട്ടിൽ പിന്നെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ റിലേറ്റീവ്സിൻ്റെ മാരേജിന് പോകണം, എന്താ പറയുന്നത്, അങ്ങനെ ഇങ്ങനെ ഓരോ ഫംഗ്ഷനൊക്കെ നാട്ടിൽ ഒത്തിരി ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെയും അത്യാവശ്യം മലയാളികളൊക്കെ ഉള്ള ഏരിയയിൽ ഇവിടെയും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് കരുതി നാട്ടിൽ അത്രയും ചിലവ് ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോയിട്ട്. അപ്പം ആ ഒരു റേഞ്ചിലായിരിക്കും ഇവിടെയും. നമ്മളിപ്പോൾ നമ്മളൊരു 100% സാലറി നമുക്ക് കിട്ടുന്നതിനകത്തുനിന്ന് നമ്മളിപ്പോൾ ഒരു 50-60 അല്ലെങ്കിൽ 70% ആയിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 30% എന്തായാലും ലാഭിക്കാനുണ്ടായിരിക്കും. പിന്നെ വീടിൻ്റെയൊക്കെ അടവ് വരുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ സേവിങ്ങിന് കുറച്ചുകൂടെ കുറഞ്ഞു. എന്തായാലും യൂറോപ്പിലും ഈ ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ സേവിങ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് അർത്ഥമില്ല. നമ്മൾ ജീവിക്കുക, ആ ഒഴുക്കിനങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. സേവിങ് ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. സേവിങ് അത് പണ്ടായിരുന്നു, ഗൾഫിൽ നിൽക്കുമ്പോഴായിരുന്നു സേവിങ് എന്ന് പറഞ്ഞു. അതൊന്നും ഇവിടെ സേവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടാണ്. അതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടമല്ലാത്തവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അല്ല UK-ലും ഇഷ്ടമില്ലാത്തവരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അവരുടെ പ്ലാൻ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നും അല്ലായിരിക്കും അവരറിയുന്നത്. അപ്പോൾ ഇവിടെ വരിക എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്ന ആ ഏജിൽ കുറച്ച് പണിയെടുക്കുക. ആ പണിയെടുക്കുന്ന സേവിങ്സ് കൊണ്ട് നമ്മൾ ഇവിടെ വീട് വാങ്ങിക്കാം നമുക്ക്. അപ്പം റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ ഇവിടെ വീട് വാങ്ങിച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു പെൻഷൻ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ആ വീട് വിറ്റിട്ടോ ഒക്കെ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ നമുക്ക് പിന്നീട് ഒരു സ്റ്റേജ് എന്താ പറയുന്നത്, പിന്നീട് അതൊരു സേവിങ്സും ആയിരിക്കും. നമുക്കിവിടെ വർക്ക് ചെയ്തതിൻ്റെ പെൻഷനും കിട്ടുമോ. അപ്പം പിന്നെ ഫിഷിങ് ഇഷ്ടപ്പെട്ടവർക്ക് നന്നായിട്ട് ഇവിടുത്തെ ഓസ്ട്രേലിയയുടെ മുക്കിനും മൂലയ്ക്കും എല്ലാം നല്ല എന്താ പറയുന്നത് റിവറൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള റിവറും ഉണ്ട്, ഡീപ്പ് സീ ഉണ്ട് ഇവിടെ. ഉണ്ട്, അവിടെ എല്ലാം പോയിട്ട് മുക്കിനും മൂലയിലും വേണമെങ്കിൽ പോയിട്ട് ഫിഷിംഗ് ഒക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ബോട്ടിങ്, നമുക്ക് സ്വന്തമായിട്ട് ബോട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ ഇവിടെ ലൈസൻസ് എടുക്കാം ബോട്ടിങ്ങിൻ്റെ. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, കാരവാൻ എടുത്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഹാപ്പിയാണോ എന്ന് ചോദിച്ചതിൽ ഒരു കാര്യമാണത്. അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ലൈഫ് നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾ എവിടെ പോയാലും ഉള്ള ഹാപ്പിനെസ്. അപ്പം എല്ലാവരും എന്താ പറയുക, അവരവരുടെ ഹാപ്പിനെസ്സിൽ ഉറച്ചു നിൽക്കുക. ഇപ്പം പോയിട്ട് പിന്നെ റിഗ്രറ്റായി അല്ലെങ്കിൽ വന്നിട്ട് റിഗ്രറ്റായി എന്ന് തോന്നാതെ അവരവരുടെ ഒരു എന്താ പറയുന്നത്, അവരവരുടെ ഒരു ഇതിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ആയിരുന്നു ഞങ്ങളിവിടെ ഓസ്ട്രേലിയ വന്നിട്ട് ഹാപ്പിയാണോ എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഇതുപോലെ തന്നെ ഓസ്ട്രേലിയക്ക് വരാൻ നേരം കുറേ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് പലരുടെയും ടെസ്റ്റിമണീസൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് ഓസ്ട്രേലിയയിൽ വന്നാൽ എന്തായാലും ഹാപ്പി ആകും എന്നാണ്. പക്ഷേ കുറേ പേരുടെ എക്സ്പീരിയൻസിൽ എന്താ പറയുന്നത്, കുറേ റിഗ്രറ്റ് ചെയ്യുന്നവർ ഇതിനിടയ്ക്കുണ്ട്. ആരും തന്നെ തുറന്നൊന്നും പറയത്തില്ല. ചിലപ്പം വന്നു പോയ മണ്ടത്തരങ്ങൾ കൊണ്ടൊന്നും ചിലർ തുറന്നു പറയത്തില്ല. അപ്പോൾ ഇപ്പോൾ പ്രോസസ്സിലിരിക്കുന്നവർ എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രോസസ്സിങ് ഒക്കെ പെട്ടെന്ന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.